നമസ്കാരം. കെയറിംഗ് ഹാൻഡ്സിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് കെയറിംഗ് ഹാൻഡ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഗർഭാശയ രോഗങ്ങളും കീഹോൾ സർജറിയും എന്നുള്ള വിഷയമാണ്. നമുക്കറിയാം, കീഹോൾ എന്ന് പറയുന്ന ഒരു വാക്ക് മലയാളികൾക്ക് വളരെ പരിചിതമായിട്ട് ഉള്ള ഒരു വാക്കാണ്. പക്ഷേ ഈ കീഹോൾ സർജറി സ്ത്രീകളുടെ ആരോഗ്യം, പ്രത്യേകിച്ച് ഗർഭാശയ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് കീഹോൾ സർജറി പ്രാധാന്യം അർഹിക്കുന്നത്, ഓപ്പൺ സർജറിയേക്കാളും എന്താണ് കീഹോളിനുള്ള അഡ്വാൻറ്റേജസ്, അപ്പോൾ ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ ജീനു ബാബു ആണ്. യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ അരുമന, യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻറ്റർ ഉള്ളൂർ ഇവിടുത്തെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടേത് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് TV സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇന്നത്തെ നമ്മുടെ വിഷയം യൂട്രസ് ഡിസീസസ് ആൻഡ് കീഹോൾ സർജറി, ഗർഭാശയ രോഗങ്ങളും കീഹോൾ സർജറിയും എന്ന ഇന്നത്തെ വിഷയത്തെ ബേസ് ചെയ്ത് എന്ത് സംശയമുണ്ടെങ്കിലും ഡോക്ടർ ജീനു ബാബുവിനോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. TV സ്ക്രീനിൽ കാണുന്ന നമ്പർ നോട്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് വിളിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഗർഭാശയ രോഗങ്ങൾ, യൂട്രസ് ഡിസീസസും കീഹോൾ സർജറിയും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേഗം വിഷയത്തിലേക്ക്, ചോദ്യങ്ങളിലേക്കൊക്കെ പോകാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഈ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നതാണല്ലോ കീഹോൾ സർജറി. അപ്പം നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളത് കീഹോൾ എന്ന് പറയുന്ന വാക്കാണ് ഒരു ലേമനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എന്താണ് ഈ കീഹോൾ സർജറി അഥവാ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്നുള്ളതൊന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ നമ്മൾ നോർമലി പറയുന്നത് ലാപ്രോസ്കോപ്പി എന്നാണ്. ലാപ്രോസ്കോപ്പി എന്ന് പറയുന്നത് മിനിമലി ഇൻവേസീവ് സർജറികളിൽ വരുന്ന അതായത് ഏറ്റവും മിനിമം ഇൻവേഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതിന് മിനിമലി ഇൻവേസീവ് സർജറി എന്ന് പറയുന്നത്. അതിലാണ് ലാപ്രോസ്കോപ്പി വരുന്നത്. അപ്പോൾ ഓപ്പൺ സർജറി നമുക്കെല്ലാം അറിയാം, വയറിൽ വലിയൊരു മുറിവുണ്ടാക്കും, അതിൽ കൂടെയാണ് ഓപ്പറേഷൻ വലിയ തുന്നലുണ്ടാവും, സ്റ്റിച്ച് ഉണ്ടാവും. എന്നാൽ കീഹോൾ സർജറിയിൽ 1 or 2 അതായത് ഏറ്റവും വലുതായിട്ട് വരുന്ന മുറിവിന് പോലും 1 സെൻറ്റിമീറ്റർ മാത്രമേ നീളം വരുന്നുള്ളൂ. അതായത് ഇത്രമേ വരുന്നുള്ളൂ ഒരു മുറിവ്. അതുപോലെ 2 or 3 മുറിവുകൾ നമ്മുടെ വയറിൽ ഉണ്ടാക്കിയ ശേഷം നമ്മുടെ വയറിലോട്ട് ഒരു സ്കോപ്പ് ക്യാമറയുമായിട്ട് ഘടിപ്പിച്ചിട്ട് അത് TV-യിൽ കണക്ട് ചെയ്ത് നമ്മൾ വയറിൻ്റെ അകത്തുള്ള എല്ലാ അവയവങ്ങളും കണ്ട് ഡയറക്റ്റായിട്ട് കണ്ട് നമ്മൾ TV-യിൽ നോക്കിയിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറിയ സ്റ്റിച്ചുകളുള്ളതിൽ കൂടെയാണ് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് അകത്തോട്ട് കടത്തുന്നതും സർജറി ചെയ്യുന്നതും. എന്നിട്ടാണ് നമ്മളിപ്പം നീക്കം ചെയ്യുന്ന ഏതെങ്കിലും അവയവങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സിസ്റ്റോ മുഴകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മറ്റ് യോനി വഴി, വജൈന വഴിയാണത് നീക്കം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റിച്ചുകളിലൂടെ തന്നെ നമുക്ക് പുറത്തെടുക്കാവുന്നതാണ്. ഓക്കെ ഡോക്ടർ, ഈ സാധാരണഗതിയിൽ നമ്മളൊരു ഓപ്പൺ സർജറി ചെയ്യുമ്പോൾ ഡോക്ടർ സ്വാഭാവികമായിട്ട് ഓപ്പൺ ചെയ്ത് നേരെ തന്നെ കണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു സർജറി. കീഹോൾ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു കമ്പ്യൂട്ടറിലോ ഒക്കെ ഘടിപ്പിച്ചിട്ട് ക്യാമറയിലൂടെ ഇതിന്റെ വിഷ്വൽസ് കണ്ട് അങ്ങനെയാണ് സർജറി ചെയ്യുന്നത്. അപ്പം എനിക്കൊന്ന് ഡോക്ടർ രണ്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ആള് തന്നെയായിരിക്കുമല്ലോ. എന്താണ് ഇതിന്റെ ഒന്നിനും മുകളിൽ മറ്റൊന്നിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് നമ്മൾ പറയുമ്പോൾ എക്സ്പീരിയൻസ്? ഡോക്ടർ, ഒരു കോളർ വെയിറ്റിംഗ് ആണ്. കോളിന് ശേഷം ഈ ചോദ്യത്തിലേക്ക് വരാം. ഹലോ ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ഇതാരാണ്? ജാസ്മിൻ ഫറൂഖ്. എവിടുന്നാണ്? ഫറൂഖ് നിന്നും കോഴിക്കോടാണ് അല്ലെ? കോഴിക്കോട് നിന്നും ജാസ്മിൻ ആണ്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മള് കൊണ്ടാണല്ലോ ഞാൻ കോൾ ചെയ്തത്. അതെ, യൂട്രസിനെ ബാധിക്കുന്ന അസുഖങ്ങളും അതിൽ കീഹോൾ സർജറിയുടെ സാധ്യതയാണ്. നമുക്ക് യാന ഹോസ്പിറ്റലിലെ ഡോക്ടർ ജീനു ബാബു കൊണ്ട് സംസാരിക്കാം. ചോദിച്ചോളൂ. പറഞ്ഞോളൂ ജാസ്മിൻ. എനിക്കുള്ള സംശയം, എന്റെ എനിക്ക് 3 കുട്ടികളാണ്. 3 കുട്ടികൾ എനിക്ക് സർജറിയാണ്, ഓപ്പൺ സർജറിയാണ് ചെയ്തിരിക്കുന്നത്. സിസേറിയനാണ് ചെയ്തിരിക്കുന്നത്. അതെ, ഓപ്പണാ. അത് വലിയ സർജറിയാണ്. അടിയില്, നാവിന്റെ അടിയില് വലിയ സർജറിയാണ് ചെയ്തിരുന്നത്. പിന്നെ അപ്പം എനിക്ക് മെൻസസിനൊന്നും വേദന ഇല്ലായിരുന്നു, ഒരു അസുഖമൊന്നും ഇല്ലായിരുന്നു. അത് ചെയ്തതിന് ശേഷം ഇപ്പൊ മെൻസസ് ആയാല് ഭയങ്കര സൈഡിലൊക്കെ വേദന. ഏത് സിസേറിയന് ശേഷമാണോ? സിസേറിയന് ശേഷം 2 മാസം കഴിഞ്ഞതിന് ശേഷം. സ്റ്റിച്ചിലാണോ വേദന വരുന്നത് പീരീഡ്സിന്റെ സമയത്ത്? അതോ വയറുവേദനയാണ്? വലത് ഭാഗം കാല് തൊട്ടിട്ട്. അപ്പൊ അതിന് ചികിത്സ വേണോ? അതായത് നോർമലി നമുക്ക് ഡെലിവറി ഒക്കെ കഴിയുമ്പോഴുണ്ടല്ലോ യൂട്രസിന്റെ വലിപ്പം കൂടും. അപ്പൊ ചിലർക്ക് നമുക്ക് ഈ ഫൈബ്രോയിഡ് മുഴയൊക്കെ പോലെ തന്നെ വേറെ അഡിനോമയോസിസ് എന്നൊക്കെ പറയുന്ന ഒരു അസുഖങ്ങളൊക്കെ വരാറുണ്ട്. അതായത് ഗർഭപാത്രത്തിന്റെ അകത്തെ കോശങ്ങൾ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിലോട്ട് വരുന്ന അസുഖത്തിനാണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഡെലിവറികൾ കുറേ കഴിയുമ്പോഴും 2-3 ഡെലിവറി കഴിയുമ്പോഴും ഏജ് കൂടുന്നതനുസരിച്ചും നമുക്കത് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള രക്തസ്രാവവും പീരീഡ്സിൻ്റെ സമയത്ത് കൂടുതലായിട്ട് അടിവയറിൽ അനുഭവപ്പെടുന്ന വേദനയുമാണ്.
അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഒരു കാരണമായിരിക്കാം. അപ്പോൾ അതിലെന്തെങ്കിലും അങ്ങനെയുള്ള കാരണങ്ങളുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാനിങ് യൂട്രസിൻ്റെ എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അതെ. പിന്നെ എനിക്ക് ഇപ്പം വേദന 3 മാസം 1 വർഷമായിട്ട് എനിക്കൊരു ട്യൂമർ തലയില് ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പൊ അതൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം വീണ്ടും വേദന ഒന്നാകെ സൈഡ് വേദന വരുന്നുണ്ട്. ഞങ്ങള് കൊഴിഞ്ഞിരുന്നു, വലത് ഭാഗം അനക്കാൻ പറ്റില്ലായിരുന്നു, കിടത്തത്തിലായിരുന്നു. അപ്പൊ കൈയും കാലും ഒക്കെ കൊഴിഞ്ഞിരുന്നു. ഞാൻ ഈ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ടാണ് ഞാൻ എണീറ്റ് ഇരുന്നത്. അപ്പൊ അത് വീണ്ടും വേദന കൂടുന്നുണ്ട്. അത് എന്തോ പ്രോബ്ലം ഉണ്ടോ മാഡം? എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ്. ഒരു സ്കാൻ ഒന്ന് എടുത്ത് നോക്കിയിട്ട് കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വലിയ ചികിത്സകളൊന്നും ഇതിന് വരുന്നില്ല, മരുന്നിലും ഇഞ്ചക്ഷനിലും ഒക്കെ നമുക്ക് ഈ വേദനകളൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് സ്കാൻ എടുത്തൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഞാൻ കോളിന് മുമ്പ് ചോദിച്ച ചോദ്യം ഈ ഓപ്പൺ സർജറിയും അതുപോലെ കീ ഹോളും തമ്മിലുള്ള ഒരു അഡ്വാൻറ്റേജ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന്. നമ്മൾക്കൊരു തെറ്റിദ്ധാരണയാണ് ഓപ്പൺ സർജറിയിലാണ് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റുന്നത്, നേരിട്ട് കാണുമല്ലേ എന്ന് ചോദിക്കും. പക്ഷേ അതിനേക്കാട്ടിലും കീ ഹോളിലാണ് നമുക്ക് കുറച്ചും കൂടി മാഗ്നിഫൈഡ് ആയിട്ട്, അതായത് ചെറിയ കാര്യം പോലും അതിൻ്റെ ഡബിൾ എത്രയോ ടൈംസ് മാഗ്നിഫൈഡ് ആയിട്ടാണ് നമ്മൾ ടി വിയിലെ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി സർജറി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ സർജറിനേക്കാളും ഈ ലാപ്രോസ്കോപ്പിയിൽ അവർക്ക് എക്സ്പെർട്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റുന്നതും കൂടുതൽ വിഷ്വലൈസേഷനും കൂടുതൽ നമുക്ക് പേഷ്യൻസിനും കുറച്ചും കൂടി സാറ്റിസ്ഫാക്ഷൻ കൂടുതലുമുള്ള സർജറി എന്ന് പറയുന്നത് കീഹോൾ സർജറി തന്നെയാണ്. പക്ഷേ ഈ കീഹോൾ സർജറി ചെയ്യാൻ എല്ലാ ഡോക്ടേഴ്സിനും പറ്റത്തില്ല, അതിന് സ്പെഷ്യൽ ട്രെയിനിങ് വേണം. അത് കുറേ സർജറികൾ ചെയ്ത് കഴിയുമ്പോഴേ ഒരു ഡോക്ടർ അതിൽ ട്രെയിൻഡ് ആകത്തുള്ളൂ ചെയ്യാനായിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ലാപ്രോസ്കോപ്പിക് സർജറി ചെയ്യാന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ് ഓപ്പൺ സർജറിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഡോക്ടർ, ഈ ഓപ്പൺ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം ചില കേസസിൽ ചില സ്ത്രീകൾ ഇപ്പം ഇൻസിഷൻ ഹെർണിയോ അങ്ങനെ പല പ്രശ്നങ്ങളും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കീ ഹോളിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള സൈഡ് എഫക്ട്സ് വരാനുള്ള സാധ്യതകളുണ്ടോ? അല്ലെങ്കിൽ അത് ഡോക്ടർ, ഒരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്. ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് അശ്വതിയാണ്. എവിടുന്ന് വിളിക്കുന്നു അശ്വതി? കഴക്കൂട്ടം. ഓക്കെ അശ്വതി, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന യൂട്രസിനെ ബാധിക്കുന്ന അസുഖങ്ങളും കീഹോൾ സർജറിയുമാണ്. ഡോക്ടർ ജീനു ബാബു കൊണ്ട് സംസാരിക്കാം. ഹലോ. പറഞ്ഞോളൂ അശ്വതി. ഡോക്ടർ, എനിക്ക് PCOD ഉള്ളതാണ്. ഓക്കെ. PCOD എനിക്കിപ്പം മാരേജ് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞു. ഓക്കെ. അപ്പം ലാസ്റ്റ് ഞാൻ ഇവിടെ ട്രീറ്റ്മെന്റ് എടുത്തപ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാപ്രോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസി. ഓക്കെ. അപ്പോൾ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു തരാമോ? നമുക്ക് ഈ വന്ധ്യത ട്രീറ്റ്മെന്റിൽ ലാപ്രോസ്കോപ്പി നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും മരുന്നൊക്കെ കഴിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തിട്ടും പ്രഗ്നൻസി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ കീഹോൾ സർജറി വഴി നമുക്ക് ട്യൂബ് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും. യൂട്രസിൻ്റെ അറയ്ക്കകത്തുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ട്യൂബിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒട്ടലുകളുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് തന്നെ നമുക്ക് സെയിം സിറ്റിങ്ങിൽ തന്നെ അത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ PCOD ഉള്ളവരിൽ അവരുടെ ഹോർമോൺ ടെസ്റ്റൊക്കെ, അതായത് ഹോർമോൺസിൻ്റെ അളവ് കൂടുതലാണ്, അവരുടെ ഓവറിയുടെ ബൾക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ PCO ഡ്രില്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറുണ്ട്. അത് നമ്മൾ കീഹോളിലാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊസീജിയറുകൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് അത് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ കുറച്ചും കൂടി പ്രഗ്നൻസി ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ അശ്വതി, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, കോളിന് മുമ്പ് ചോദിച്ചത് നമ്മൾ ഈ ഓപ്പൺ സർജറിയിൽ ഇൻസിഷൻ ഹെർണിയ പോലുള്ള കീ ഹോളിൽ എങ്ങനെയാണ് അതിന്റെ സാധ്യതകൾ എന്നുള്ളത്. ഈ പൊതുവെ ഇൻസിഷണൽ ഹെർണിയ വരുന്നവരുടെ അബ്ഡോമിനൽ ഉള്ളത്, അതായത് വയറിന് വീക്നെസ് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഹെർണിയ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ ഒരു വലിയൊരു ഇൻസിഷൻ വന്നു കഴിയുമ്പോഴേക്കും അവർക്ക് ഹെർണിയ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും ഡെലിവറിയൊക്കെ 2-3 ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ വയർ മസിൽസ് ഒക്കെ വീക്കായിരിക്കും. അവരുടെ വയറിൽ വീക്ക്നെസ് ഉള്ളത് കൊണ്ടാണ് ഹെർണിയ വരുന്നത്. കീഹോൾ സർജറിയിൽ ഓപ്പൺ സർജറി വെച്ച് ഞാൻ ഒന്നുകൂടെ ഇടപെടുന്നു. ഒരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്. ഹലോ, കോളർ ഡ്രോപ്പ് ആയി പോയി എന്ന് തോന്നുന്നു. ഹലോ, കട്ടായി പോയി. ഡോക്ടർ കണ്ടിന്യൂ ചെയ്യാം. അപ്പം ലാപ്രോസ്കോപ്പിക് സർജറിയിൽ ഓപ്പൺ സർജറി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹെർണിയയുടെ ചാൻസ് വരാനുള്ള സാധ്യതകൾ കുറവാണ്. എന്നാൽ പോലും ഓൾറെഡി ചിലരുടെ വീക്ക്നെസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ശതമാനം ആളുകളിൽ ഹെർണിയ വന്ന് കാണാറുണ്ടെന്നാലും വളരെ ചുരുക്കമാണ് കാണുന്നത് ഓപ്പൺ സർജറി കമ്പയർ ചെയ്യും. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്.
ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? തിരുവല്ലയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഡോക്ടർ ജീനു ബാബു ഉണ്ട്, സംസാരിക്കാം. ഹലോ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. എനിക്ക് യൂട്രസ് സംബന്ധമായ കാര്യമാണ് പറയാനുള്ളത്. ഓക്കെ. അപ്പൊ ചൊറിച്ചിലുണ്ട്, പിന്നെ നമ്മള് വയറിന്റെ സ്കാനിങ്ങും എല്ലാം എടുത്തതാണ്. തടിപ്പ് ഉണ്ടാകത്ത്. ഇപ്പൊ ചൊറിച്ചില് ഷുഗർ ഉള്ളതുകൊണ്ട് ചൊറിച്ചില് കുറയുന്നില്ല. ഓക്കെ. യൂട്രസിൽ എന്തെങ്കിലും മുഴകളോ വല്ലതും ഉണ്ടായിരുന്നോ? മുഴകളില്ല. വയറ് സ്കാൻ ചെയ്യാൻ ഇപ്പൊ വീണ്ടും ഡോക്ടർ എഴുതി തന്നിട്ടുണ്ട്. തൈറോയിഡിന്റെ ടെസ്റ്റ് എല്ലാം ചെയ്തതാണ്. മുഴയില്ല. അപ്പൊ പീരീഡ് പറഞ്ഞാൽ നമുക്ക് കഠിന വേദനയാണ്. 2 ദിവസം 4 ദിവസം ബ്ലീഡിങ് ഉണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ അടുത്ത മാസം വരുമ്പോഴും 1-2 ദിവസം ഡേറ്റ് ചേഞ്ച് ആകത്തുള്ളൂ. ഓക്കെ. ബ്ലീഡിംഗ് ആണ് ഇപ്പം കൂടുതലായിട്ട് വരുന്നത്? ബ്ലീഡിങ് കുറവുണ്ട്, ചൊറിച്ചിലിന് കുറവില്ല. ഓക്കെ. പ്രായം എത്രയാണ്? ഇപ്പൊ 42 വയസ്സ്. 42 വയസ്സ്. അപ്പൊ സ്കാനിങ്ങിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലീഡിങ് കൂടുതൽ വരുന്നതും എല്ലാം ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ടാണ്. നമുക്ക് പീരീഡ്സ് തുടങ്ങുന്ന പ്രായത്തിലും പീരീഡ്സ് നിൽക്കുന്ന പ്രായത്തിലും അങ്ങനെയാണ് ഹോർമോണൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ടായിരിക്കാം. പിന്നെ ഷുഗർ ഉള്ളവർക്ക് ഇൻഫെക്ഷന്റെ സാധ്യത വളരെ കൂടുതലാണ്. ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതപ്പോ നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് ഇൻഫെക്ഷൻ ആവശ്യമായിട്ടുള്ള ടാബ്ലറ്റുകളും ഓയിന്റ്മെന്റുകൾ വേണമെങ്കിൽ ഓയിന്റ്മെന്റുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചൊറിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കുറയുന്നതായിരിക്കും. ശരി ഡോക്ടർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ ഡോക്ടർ, നമ്മുടെ വിഷയം ഈ ഗർഭാശയ രോഗങ്ങളും കീ ഹോൾ സർജറിയുടെ സാധ്യതകളും ആണല്ലോ. നമ്മൾ ഈ കീ ഹോൾ സർജറി ഉപയോഗപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഗർഭാശയ രോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന്. പ്രധാനമായിട്ടും ഈ ഗർഭപാത്രത്തിലുള്ള മുഴകൾ, ഫൈബ്രോയിഡ് മുഴകളാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കീഹോൾ സർജറി ചെയ്യുന്നത്. അത് പ്രായം അനുസരിച്ചാണ് നമ്മൾ ആ സർജറി ചെയ്യുന്നത്. അതായത് അവരുടെ ഫാമിലി കംപ്ലീറ്റഡ് അല്ല, അവർക്ക് കുട്ടികളില്ല, അവർ ഇനിയും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഒരു 35 അല്ലെ 40 വയസ്സിനിടയ്ക്കാണ് അവരുടെ പ്രായം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മുഴകൾ മാത്രമായിട്ട് നീക്കം ചെയ്യുന്ന സർജറി ചെയ്യാൻ പറ്റും. അതിനാണ് മയോമെക്ടമി എന്ന് പറയുന്ന സർജറി വരുന്നത്. എന്നാൽ ഒരു 40 വയസ്സിന് മുകളിലാണ്, ഒത്തിരി മുഴകളുണ്ട്, അവരുടെ പ്രഗ്നൻസി ഫാമിലി കംപ്ലീറ്റഡ് ആണ്, ഇനി പ്രഗ്നൻസി ഒന്നും വേണ്ട, അങ്ങനെയുള്ളവരിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുഴകളുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് യൂട്രസ് മൊത്തമായിട്ട് നീക്കം ചെയ്യുന്ന ഹിസ്റ്റക്ടമി എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് ഗർഭപാത്രത്തിൽ വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഗർഭപാത്രത്തിൻ്റെ അകത്തോട്ട് തള്ളി നിൽക്കുന്ന മുഴകളുണ്ടാവും. അകത്തോട്ട് തള്ളി നിൽക്കുന്ന മുഴകൾ നമുക്ക് ചിലപ്പോൾ ഈ ലാപ്രോസ്കോപ്പി പോലെ തന്നെ വേറൊരു പ്രൊസീജിയറാണ് ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയും. ഹിസ്ട്രോസ്കോപ്പിക്ക് നമുക്കൊരു തുന്നൽ പോലും വേണ്ടി വരുന്നില്ല. നേരെ നമ്മൾ താഴെ DNC ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ വജൈനയിൽ കൂടെ ഒരു സ്കോപ്പ് യൂട്രസിനകത്തോട്ട് കടത്തിവിട്ട ശേഷം നമുക്ക് ആ ക്യാമറ ഇതുപോലെ തന്നെ ഒരു ക്യാമറയായിട്ട് ഘടിപ്പിച്ചിട്ട് നമ്മൾ യൂട്രസിൻ്റെ അകത്തെ അറക കണ്ടതിന് ശേഷം അതിൻ്റെ അകത്തുള്ള മുഴകൾ, ദശകൾ, പോളിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് വന്ധ്യത ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹിസ്റ്റോസ്കോപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ ആ ഒരു പ്രൊസീജിയർ വഴി നമുക്ക് ഈ മുഴകളും പോളിപ്പുകളൊക്കെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഗർഭപാത്രമൊന്നും നീക്കം ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇപ്പം നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കുറേയുണ്ട് യൂട്രസിലെ മുഴകൾക്കെല്ലാം വേണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾക്ക് ബലപ്പെടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലാപ്രോസ്കോപ്പിക് സർജറി വഴി നമുക്ക് യൂട്രസ് നീക്കം ചെയ്യുന്നത് വളരെ എളുപ്പമായിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ഡോക്ടർ, ഈ യൂട്രസ് നീക്കം ചെയ്യുന്നത് ഇപ്പം ഡോക്ടർ പറഞ്ഞു കീ ഹോൾ സർജറി എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു ദ്വാരം മാത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂട്രസ് റിമൂവൽ എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു അല്പം ഭയമുള്ളൊരു കാര്യമാണ്. പക്ഷെ ചില സ്റ്റേജുകളിൽ ഡോക്ടേഴ്സ് നിർബന്ധമായിട്ട് നീക്കം ചെയ്യണം എന്നും പറയാറുണ്ട്. അപ്പൊ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ലളിതമാണ് കീ ഹോളിലൂടെ ഈ യൂട്രസ് റിമൂവൽ എന്നുള്ളത്? എന്ന് പറയുന്നത് അത്ര ലളിതമായിട്ടുള്ളൊരു പ്രൊസീജിയർ അല്ല. പ്രത്യേകിച്ച് ഓപ്പൺ സർജറി കമ്പയർ ചെയ്യുമ്പോൾ കീ ഹോൾ സർജറി വഴി യൂട്രസ് നീക്കം ചെയ്യാന്ന് പറയുന്നത് കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ അതിൽ യൂട്രസിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഈ പ്രൊസീജിയർ എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നോർമലി അത്ര വലിപ്പമില്ലാത്ത യൂട്രസ് ആണ്, വലിയ മുഴകളല്ല, ചെറിയ മുഴകളാണ്, അങ്ങനെയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സമയം മാത്രമേ ഈ പ്രൊസീജിയറിന് വേണ്ടി വരുന്നുള്ളൂ. എന്നാൽ വലിയ മുഴകളാണ്, വയറ് മുഴുവൻ ഫില്ല് ചെയ്ത് നിൽക്കുന്ന വലിയ വലിയ മുഴകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി സമയമെടുക്കുന്ന ഒരു പ്രൊസീജിയർ ആയിരിക്കും. അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അത് ചെയ്യാൻ കുറച്ചും കൂടി എക്സ്പെർട്ടീസ് ഉള്ള ഡോക്ടേഴ്സിന് മാത്രമേ അത് ചെയ്യാനായി സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ യൂട്രസിലെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഓവറിയിലുള്ള പ്രശ്നങ്ങളും. യൂട്രസ് ഓവറി എല്ലാം റിലേറ്റഡ് ആണ്, കണക്റ്റഡ് ആണ്. ഓവറിയിലുള്ള സിസ്റ്റുകൾക്ക് വളരെ ലാപ്രോസ്കോപ്പി കണ്ടുപിടിച്ചതിന് ശേഷം സിസ്റ്റുകൾ നമുക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും അത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പായി നമ്മൾ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ കീഹോൾ വഴി നീക്കം ചെയ്യുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഇപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് സർജറികൾ വെച്ചിട്ട്
ചില ക്യാൻസർ സർജറി, അതായത് ഏർലി സ്റ്റേജിലുള്ള ക്യാൻസർ സർജറികൾ പോലും നമുക്ക് വേണമെങ്കിൽ ലാപ്രോസ്കോപ്പി വഴി ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഗർഭപാത്രത്തിൽ ഓവറിയിൽ വരുന്ന വലിയ വലിയ മുഴകൾ, സിസ്റ്റുകളായാലും സിസ്റ്റ് മാത്രമായിട്ട് നമുക്ക് നീക്കം ചെയ്യാം, ഓവറി മാത്രമായിട്ട് നീക്കം ചെയ്യാം. അതുപോലെ തന്നെ ട്യൂബൽ സർജറീസ് എന്ന് പറയുമ്പോൾ പ്രസവം നിർത്തുന്ന ഓപ്പറേഷൻ, സ്റ്റെറിലൈസേഷൻ, അത് ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഒരു കോളർ വെയിറ്റിംഗ് ആണ് അല്പസമയമായിട്ട്. ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണ്. ഓക്കെ, നമ്മുടെ വിഷയം ശ്രദ്ധിച്ചു എന്ന് കരുതുന്നു. ഗർഭാശയ രോഗങ്ങളും കീഹോൾ സർജറിയുടെ സാധ്യതകളുമാണ്. ഡോക്ടറോട് സംസാരിക്കാം. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടിട്ട് വിളിക്കുകയാണ്. അമ്മയ്ക്ക് 57 വയസ്സായി. പിരീഡൊക്കെ നിന്നു. അപ്പൊ ഇപ്പം ഇങ്ങനെ ഈ വജൈനൽ ഭാഗത്ത് നിന്ന് താഴോട്ടേക്ക് ഒരു മുഴ വളർന്നിങ്ങനെ വരണുണ്ട്. അപ്പൊ അത് ഹോസ്പിറ്റലിൽ കാണിച്ചില്ല ഇതുവരെ. അപ്പം അത് കാണിക്കണം. അതായത് നമുക്ക് പീരീഡ്സ് ഒക്കെ നിന്ന് കഴിയുമ്പോൾ ചില സ്ത്രീകളിൽ ഗർഭപാത്രം താഴത്തോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രൊലാപ്സ് എന്ന് പറയും. അപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പം അതാകാനാണ് സാധ്യതകൾ കൂടുതൽ. ആ ഭാഗത്ത് അങ്ങനെ മുഴകൾ അങ്ങനെ അധികം വരത്തില്ല. ഗർഭപാത്രം പുറത്തോട്ട് തള്ളി വരുന്നതായിരിക്കാം. അപ്പോൾ അത് ഡോക്ടറെ കാണിച്ച ശേഷം അതിന് ചിലത് നമുക്ക് സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ശരിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഡോക്ടറെ കാണിച്ചാൽ, കൺസൾട്ട് ചെയ്താൽ അറിയാൻ സാധിക്കുകയുള്ളൂ. ഡോക്ടർ, ഒരു 3 വർഷത്തിന് മുന്നേ ഇതുപോലെ താഴോട്ട് വന്നിരുന്നു. അതിന് അവര് കട്ട് ചെയ്തെടുത്തു. അപ്പം വീണ്ടും അത് വളരണതാണോ എന്ന് അറിഞ്ഞൂടാ. എന്ത് കട്ട് ചെയ്ത് വിട്ടു? ഈ താഴോട്ട് വന്ന മുഴ അവര് കട്ട് ചെയ്ത്. മുഴ തന്നെയായിരുന്നോ അത്? ഓക്കെ. അപ്പോൾ അത് എന്തെങ്കിലും പലതരം മുഴകൾ ഗർഭപാത്രത്തിൽ വരാം. പോളിപ്പ് എന്നൊക്കെ പറഞ്ഞുള്ള മുഴകളൊക്കെ വരാം. അപ്പോൾ അതൊക്കെ നമുക്ക് വീണ്ടും വരാൻ സാധ്യതയുള്ളതാണ്. പ്രത്യേകിച്ച് പീരീഡ്സ് നിന്ന് കഴിഞ്ഞ് മെനോപോസ് ആയതിനു ശേഷം വരുന്ന മുഴകളൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ കാണണം. എത്രയും പെട്ടെന്ന് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക. ഓക്കെ അശ്വതി, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ ഈ ട്യൂബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുക. വളരെ സാധാരണമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് പ്രസവം നിർത്തുന്ന സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അത് കീഹോൾ വഴി ചെയ്യാനായിട്ട് വളരെ നമുക്ക് ഈസി ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒറ്റ ദിവസത്തിൽ തന്നെ അഡ്മിഷൻ പോലും വേണ്ടി വരുന്നില്ല. ഒറ്റ ദിവസത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. ഈ പ്രസവം നിർത്തി കഴിഞ്ഞ ചില സ്ത്രീകൾക്ക് ചിലപ്പോൾ ചിലർ സെക്കൻഡ് മാരേജിലേക്ക് പോകും, ചിലർക്ക് ഒന്നുകൂടി ഒരു കുഞ്ഞ് വേണം തോന്നും. അങ്ങനെയുള്ളവർക്ക് റീകനലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറുണ്ട്. അതായത് നമ്മൾ മുറിച്ച് ട്യൂബ് തിരിച്ച് തുന്നി പിടിപ്പിക്കുന്ന പ്രൊസീജിയറാണ് റീകാനലൈസേഷൻ എന്ന് പറയുന്നത്. അതും കീഹോൾ വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ട്യൂബിലുള്ള നീർക്കെട്ടുകൾ, പ്രത്യേകിച്ച് IVF ട്രീറ്റ്മെൻറ്റ് പോലുള്ള ട്രീറ്റ്മെൻറ്റിലോട്ടൊക്കെ പോകുന്നവർക്ക് ഈ നീർക്കെട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് പ്രഗ്നൻസി ആകാൻ പാടാണ്. അപ്പോൾ അങ്ങനെയുള്ള സർജറികൾക്കൊക്കെയും കീഹോൾ വളരെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഓപ്പറേഷൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. അങ്ങനെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് അവർക്ക് ഒരു ദിവസത്തിൽ തന്നെ അഡ്മിഷൻ പോലും ഇല്ലാതെ ഒരു ഡേ കെയർ പ്രൊസീജിയറായിട്ട് അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഡോക്ടർ, ഈ യൂട്രസിനെ ബാധിക്കുന്ന എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ് പോലുള്ള അവസ്ഥകൾക്കും നമ്മുടെ കീഹോൾ സർജറി ചെയ്യാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് എൻഡോമെട്രിയോസിസിൽ നമുക്ക് ഈ ചോക്ലേറ്റ് സിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓവറിയിൽ നമുക്ക് മുഴകളൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള മുഴകൾ നമുക്കത് നീക്കം ചെയ്യാനും ഈ സിസ്റ്റുകളൊക്കെ നമുക്ക് പൊട്ടിച്ച് ഡ്രെയിൻ ചെയ്യാനും അതിനൊക്കെ നമുക്ക് എൻഡോമെട്രിയോസിസിലൊക്കെ നമുക്ക് കീഹോൾ വളരെ യൂസ്ഫുൾ ആണ്. നമുക്ക് ഓരോ തവണയും എൻഡോമെട്രിയോസിസിൽ വരുന്ന മുഴകളൊക്കെയും റിക്കർ ചെയ്ത് വരുന്നതാണ്. ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും അടുത്തത് വരും. അപ്പോൾ ഇതിൻ്റെ മുഴകളുടെ വലിപ്പമൊക്കെ വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ കീഹോൾ വഴിയൊക്കെ നമുക്ക് നീക്കം ചെയ്യാൻ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വയറിൻ്റെ തൊട്ടലുകൾ ഉണ്ടാവാം. ഈ എൻഡോമെട്രിയോസിൻ്റെ കുറേ ഡിപ്പോസിറ്റ്സ് ഒക്കെ വയറിലിരിക്കുന്നതുകൊണ്ടാണ് പീരീഡ്സിൻ്റെ സമയത്ത് അമിതമായിട്ട് പെയിനൊക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ എനർജി സോഴ്സസ് ഉണ്ട് നമുക്ക് കീഹോളിൽ കരിക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് കരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സിംറ്റമാറ്റിക്കലി ഭയങ്കര ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് വന്ധ്യതയിൽ ഇത്തരം സർജറികൾ വളരെ ഫെർട്ടിലിറ്റി എൻഹാൻസിങ് സർജറീസ് എന്നാണ് അതിന് പറയുന്നത്. ഫെർട്ടിലിറ്റി കൂട്ടുന്ന തരത്തിലുള്ള സർജറീസ്, അതിലൊക്കെ വളരെ കീഹോളിൻ്റെ റോൾ വളരെ പ്രധാനമാണ്. ഓക്കെ ഡോക്ടർ, ഒരു കോളർ കൂടി വെയിറ്റിംഗ് ആണ്. ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ഇതാരാണ്? എന്റെ പേര് അശ്വതി, ഞാൻ കൊല്ലത്തുനിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ അശ്വതി. പറഞ്ഞോളൂ. ഡോക്ടർ, പിന്നെ എനിക്ക് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. എനിക്ക് 2 ഓവറിയിലും എൻഡോമെട്രിയോസിസ് ഉണ്ടായിരുന്നു, സിസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കേ, വലിയ സിസ്റ്റ് ആയിരുന്നോ? 11 സെന്റിമീറ്ററും പിന്നെ ഒരു 5-7 സെന്റിമീറ്റർ എന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്തായിരുന്നോ? സർജറി എന്തെങ്കിലും ചെയ്തോ? ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി 10-ന് ലാപ്രോസ്കോപ്പി ചെയ്തായിരുന്നു. ഓക്കെ. ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? പീരീഡ്സ് ആയില്ല ഇതുവരെ. അതിനുശേഷം ആയിട്ടില്ല? ഞാൻ കാണിക്കുന്ന
ഡോക്ടറിന്റെ അടുത്ത് കാണിച്ചപ്പോ അവര് ഒരു ഗുളിക തന്നു. ഗുളികയുടെ പേരെനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് എനിക്ക് ഏപ്രിൽ 13-നായി. ഓക്കെ. ഈ മുഴ നീക്കം ചെയ്തതിന് ശേഷം വീണ്ടും മുഴ വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഇഞ്ചക്ഷനോ വല്ലതും തന്നിരുന്നോ ഓപ്പറേഷന് ശേഷം? അത് അവര് ചോദിച്ചു. ഇല്ല ചെയ്തില്ല. തന്നിട്ടില്ല. ഹലോ, തന്നിട്ടില്ല. എന്തെങ്കിലും ഗുളികകൾ തന്നിരുന്നോ പീരീഡ്സ് വരാതിരിക്കാൻ വേണ്ടി? ഇല്ല, ഗുളികകൾ തന്നിട്ടില്ല. ഓക്കെ. അങ്ങനെയുള്ള ഇഞ്ചക്ഷനുകളോ ഗുളികളോ ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പീരീഡ് വന്നോളും കേട്ടോ. ഇപ്പോൾ ഒരു 2 to 3 months ആയിട്ടും പീരീഡ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിച്ച് പീരീഡ് വരാനുള്ള ടാബ്ലറ്റ് വാങ്ങുക. ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡോക്ടർ സംസാരിച്ചപ്പോൾ പല അസുഖങ്ങൾക്കും അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ കീഹോൾ സർജറി ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയേണ്ടത് ഈ രോഗങ്ങളുടെ ഡയഗ്നോസിസിൽ കണ്ടെത്തുന്നതിന് എത്രത്തോളം ഈ കീഹോള് സഹായിക്കാറുണ്ട് എന്ന്. നമ്മുടെ ഒരു ഡയഗ്നോസ്, പ്രത്യേകിച്ച് വയറുവേദന, അബ്ഡോമിനൽ പെയിൻ ഒക്കെ വരുന്നവർക്ക് നമുക്ക് സ്കാനിങ്ങിൽ ചിലപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ടാണ് ഈ പെയിൻ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ ക്രോണിക് പെൽവിക് പെയിൻ ഒക്കെ ഉള്ളവരിൽ നമുക്ക് എന്തെങ്കിലും അകത്ത് ഒട്ടലുകളാകാൻ ചിലപ്പോൾ ഈ ഒരു പെയിനിന്റെ കാരണം. ചിലപ്പോൾ നമ്മൾ അതൊന്നും കാണാത്ത സ്കാനിങ്ങിലൊന്നും കാണാം. ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? താങ്ക് യു മാഡം. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുവാണേ. അവിടുത്തെ ടെലിവിഷന്റെ വോളിയം ഒന്ന് കുറച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് ഡോക്ടറോട് സംസാരിക്കാമോ? അല്ലെങ്കിൽ ആ ടിവിയുടെ അടുത്തുനിന്ന് കുറച്ച് ദൂരേക്കൊന്ന് മാറി നിന്ന് സംസാരിച്ചാലും മതി. ഓക്കെ, സംസാരിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്കിപ്പോ എനിക്ക് 2 മക്കളുണ്ട്. 2 പേർക്കും സിസേറിയൻ ആയിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിപ്പോ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് HB കുറവാ. ഓക്കെ. നിലവിൽ HB കുറവാണ്. 3.3 ആണ് ലാസ്റ്റ് നോക്കിയത്. ഹീമോഗ്ലോബിൻ കുറവായിരുന്നു. വളരെ കുറവാണ് കേട്ടോ അത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ടെസ്റ്റിനൊക്കെ ഡോക്ടർ എഴുതി തന്നായിരുന്നു. അതെല്ലാം നോക്കിയപ്പോ HB, പിന്നെ അനീമിയ കുറവാന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ കുറച്ച് കുറവ്. പിന്നെ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. പീരീഡ്സ് ആകുന്ന സമയത്ത് കൂടുതലായിട്ട് ബ്ലീഡിംഗ് വരുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഇല്ല. നോർമൽ ആണ് മേഡം. എനിക്ക് നോർമലായിട്ടാണ്. പിന്നെ എല്ലാ മാസവും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. അത് അങ്ങനെ ഒരു ഇതല്ലാതെ എനിക്ക് ഇതുവരെയും കൂടുതലായിട്ടില്ല. പിന്നെ ഇത് ഫൈബ്രോയിഡ് അവര് പറഞ്ഞേക്കുന്നത് 7.1, 6.2, പിന്നെ ഒരു 1.3. ഇത് എങ്ങനെയാന്ന് എനിക്ക് ഇതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഓപ്പറേഷൻ വേണ്ടി വരുമോ? എത്രയാണ് പ്രായം? എത്രയാണ് എന്നാ പ്രായം? എത്രയാണ്? എനിക്ക് 38 ആയിട്ടുള്ളല്ലേ? ബ്ലീഡിങ് കൂടുതലായിട്ട് വരുന്നില്ല അല്ലേ? ഇല്ല മാഡം, കൂടുതലായിട്ട് വരുന്നില്ല. അപ്പം ബ്ലീഡിങ് കൂടുതലായിട്ട് വരുന്നില്ല. പക്ഷെ ഹീമോഗ്ലോബിൻ 3 എന്ന് പറയുമ്പോൾ വളരെ കുറവാണ്. അപ്പോൾ ഈ രക്തക്കുറവ് വരുന്നതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങൾ ഉണ്ടാകും. അപ്പം നമുക്ക് ഈ അനീമിയക്കുള്ള ബാക്കി എന്തെങ്കിലും മെഡിക്കൽ കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. മെഡിക്കൽ കാരണങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മുഴ കാരണമായിരിക്കേയില്ല ബ്ലീഡിങ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ 7 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയുന്നത് കുറച്ച് വലിപ്പമുണ്ട്. അപ്പം 38 വയസ്സായതുകൊണ്ട് നമുക്ക് തൽക്കാലം അത് ധൃതി പിടിച്ച് നീക്കം ചെയ്യേണ്ട ആവശ്യമില്ല. രക്തം കൂടാനായിട്ട് ചിലപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ വേണ്ടി വരാം, അയണിൻ്റെയും ഒക്കെ ഇഞ്ചക്ഷനൊക്കെ വേണ്ടി വന്നേക്കാം. അതെല്ലാം ഇട്ട് ഹീമോഗ്ലോബിൻ്റെ അളവ് കറക്റ്റ് ചെയ്യുക. അതിനുശേഷവും പിന്നീടും ഹീമോഗ്ലോബിൻ കുറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയാത്ത രീതിയിൽ ചിലപ്പം ബ്ലീഡിങ് ചിലപ്പോൾ വരുന്നുണ്ടാകാം. 1-2 ദിവസങ്ങൾ ചിലപ്പം വല്ലതും ക്ലോട്ടായിട്ടോ അങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ബ്ലീഡിങ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ സർജറി ചെയ്ത് മുഴ നീക്കം ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. മാഡം, എനിക്ക് ഒത്തിരി ടെസ്റ്റ് ചെയ്തായിരുന്നു ബ്ലഡിന്റെ തന്നെ. എല്ലാം ചെയ്തായിരുന്നു? മോഷനൊക്കെ ചെയ്തു. അതിലൊന്നും ഒരു പ്രോബ്ലം ഇല്ല. വേറെ ഈ സിസേറിയൻ സമയത്ത് ബ്ലഡ് അധികമായി പോയത് കൊണ്ടാണോ? സിസേറിയൻ കഴിഞ്ഞിട്ട് ഇപ്പൊ കുറെ വർഷങ്ങളായില്ലേ? 2010-ലാണ് രണ്ടാമത്തെ മകൾ ഉണ്ടായത്. 14 വർഷമായില്ലേ? അപ്പൊ ആ സമയത്ത് ഉണ്ടായ ബ്ലഡ് ലോസിന്റെ ഒരു അനീമിയ ഇപ്പോൾ നമുക്ക് ഇത്രയും കുറഞ്ഞു വരത്തില്ല. അത് പിന്നീട് നമുക്ക് അയൺ ടാബ്ലറ്റ് ഒക്കെ തരികയും ചെയ്യും. പിന്നീട് നമുക്ക് അങ്ങനെ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാത്ത രീതിയിൽ ബ്ലീഡിങ് ചിലപ്പോൾ കൂടുതലായി വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ വേറെ കാരണങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഫൈബ്രോയിഡ് തന്നെ ആയിരിക്കും കാരണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മുഴ നീക്കം ചെയ്യുന്നതാണ് നല്ലത്. ഈ പീരിയഡ്സ് സമയത്ത് എനിക്ക് ബ്ലഡ് വലിയ കട്ടി ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അത് കൂടുതലായിട്ടുള്ള ബ്ലീഡിംഗ് ആണ്. ബ്ലീഡിംഗ് ഒത്തിരി കൂടുമ്പോഴാണ് കട്ടയായിട്ട് പോകുന്നത്. അപ്പൊ അത് ഹെവി ബ്ലീഡിംഗ് തന്നെയാണ്. അപ്പൊ ഫൈബ്രോയിഡ് തന്നെ ആയിരിക്കാം അതിന്റെ കാരണം.
അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫൈബ്രോയിഡ് നീക്കം ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഫൈബ്രോയിഡ് മുഴകൾ നീക്കം ചെയ്താലും വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഡോക്ടർ പറയുന്ന അനുസരിച്ച് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. കെയറിംഗ് ഹാൻഡ്സിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗർഭാശയ രോഗങ്ങളും ലാപ്രോസ്കോപ്പി അഥവാ കീഹോൾ സർജറിയുടെ സാധ്യതകളും എന്നുള്ള വിഷയമാണ്. നമുക്ക് അതിഥിയായിട്ടുള്ളത് ഡോക്ടർ ജീനു ബാബു ആണ്. യാന മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ, യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെന്റർ. തിരുവനന്തപുരത്ത് 2 ബ്രാഞ്ചസ് ആണുള്ളത്, അരുമനയിലും അതുപോലെ തന്നെ ഉള്ളൂരും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വിദേശത്തും ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ സമീപിക്കാനുള്ള നമ്പർ, കാര്യങ്ങളൊക്കെ വിശദാംശങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മുടേത് ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. ഇന്നത്തെ വിഷയം ഗർഭാശയ രോഗങ്ങളും യൂട്രസിനെ ബാധിക്കുന്ന അസുഖങ്ങളും അതുപോലെ ലാപ്രോസ്കോപ്പി അഥവാ കീഹോൾ സർജറിയുടെ സാധ്യതകളും എന്നുള്ളതാണ്. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് TV സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഡയൽ ചെയ്ത് ഡോക്ടർ ജീനു ബാബുവിനോട് നേരിട്ട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാം. ഡോക്ടർ, ഞാൻ വീണ്ടും നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ഡയഗ്നോസിസിൽ, അസുഖ നിർണയത്തിൽ എത്രത്തോളമാണ് ലാപ്രോസ്കോപ്പി അഥവാ കീഹോളിന്റെ സാധ്യതകൾ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് നാളായിട്ട് പെയിൻ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാരണങ്ങൾ സ്കാനിങ്ങിൽ CT സ്കാൻ എടുത്തു, MRI വരെ എടുത്തു, എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ നമ്മൾ ചെയ്യുന്ന ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി എന്ന് പറയും. അതായത് നമ്മളൊരു സ്കോപ്പ് അകത്തിട്ട് വയറിൻ്റെ അകത്ത് ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നോക്കി ഏതെങ്കിലും അവയവങ്ങളിൽ എന്തെങ്കിലും മുഴകളോ അല്ലെങ്കിൽ ചിലർക്ക് ടോർഷൻ വരാം, ചിലപ്പോൾ ഓവറി മൊത്തമായിട്ട് തിരിഞ്ഞിരിക്കാം. അപ്പം അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കീഹോൾ വഴി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ വയറുവേദന വരും. അപ്പോൾ ആദ്യത്തെ മാസങ്ങളിൽ അവർക്ക് വയറുവേദന വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ട്യൂബിലുള്ള പ്രഗ്നൻസിയാണ്. അപ്പോൾ ഈ ട്യൂബിലുള്ള പ്രഗ്നൻസി ചിലപ്പോൾ നമുക്ക് സ്കാനിങ്ങിൽ അറിയാനേ സാധിക്കുകയില്ല. പക്ഷേ അവരുടെ ബ്ലഡ് നോക്കുമ്പോൾ ഒരു ട്യൂബിലാണോ എന്നൊക്കെയുള്ള ഡൗട്ട് വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്യൂബിലെ പ്രഗ്നൻസി കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് ആ ട്യൂബിലെ പ്രഗ്നൻസി നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചിലർക്ക് ഓവറി സിസ്റ്റ് ഉണ്ടല്ലോ, പ്രഗ്നൻസിയിലുള്ള ഓവറി സിസ്റ്റിൽ ചിലപ്പോൾ ടോർഷൻ വരാം, ട്വിസ്റ്റഡ് ആകാം. ട്വിസ്റ്റഡ് ആയി കഴിയുമ്പോൾ അതിലേക്കുള്ള രക്തയോട്ടം കുറയുമ്പോൾ അമിതമായിട്ടുള്ള വേദന പ്രഗ്നൻസിയിലൊക്കെ വരാറുണ്ട്. ഇപ്പോൾ പ്രഗ്നൻസിയിൽ പോലും നമുക്ക് ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ, അതായത് 3 മാസത്തിന് ശേഷം നമുക്ക് ജനറൽ അനസ്തീഷ്യ എടുക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഹെറ്ററോട്രോപ്പിക് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ഡയഗ്നോസിസ് ഉണ്ട്. ഹെറ്ററോട്രോപ്പിക് എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ അകത്ത് പ്രഗ്നൻസി വരുന്നതോടൊപ്പം തന്നെ ട്യൂബിലും പ്രഗ്നൻസി വരാം. ഇപ്പോൾ നമ്മൾ ഈ ട്യൂബിലെ പ്രഗ്നൻസി, യൂട്രസിൻ്റെ അകത്ത് ഹാർട്ട് ബീറ്റ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ ഈ ട്യൂബിലെ പ്രഗ്നൻസി മിസ്സായി പോകാനുള്ള സാധ്യതകളുണ്ട്. അതായത് ഒരേ സമയം ഒന്നിലധികം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന അതാണ്. യൂട്രസിനും ട്യൂബിലും ഒരേ സമയം പ്രഗ്നൻസി വരാം. പക്ഷെ അത് ലൈഫ് ത്രെട്ടനിങ് ആണ്. കാരണം ട്യൂബിലെ പ്രഗ്നൻസി ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ ട്യൂബ് റപ്ചറായിട്ട് അത് മദറിൻ്റെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന ഒരു എമർജൻസി സിറ്റുവേഷനാണത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കീഹോൾ വഴി നമുക്ക് പെട്ടെന്ന് യൂട്രസിലെ പ്രഗ്നൻസി പ്രിസർവ് ചെയ്തുകൊണ്ട് തന്നെ ട്യൂബിലെ പ്രഗ്നൻസി നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചില പ്രഗ്നൻറ്റ് ലേഡീസ് പെയിനായിട്ട് വരുന്നു, നമുക്കറിയത്തില്ല എന്താ കാരണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പ്രഗ്നൻസിയിൽ വയറ് വലുതായി കഴിഞ്ഞാൽ സ്കാനിങ്ങിൻ്റെ ആ ഒരു ഡയഗ്നോസിസ് വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ആ ഒരു ലിമിറ്റഡ് ഇതിൽ നമുക്ക് ഡയറക്റ്റ്ലി നോക്കി ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി വഴി നമുക്ക് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ മാഡം, ഞാൻ ചാത്തന്നൂരിൽ നിന്നാണ് മാഡം വിളിക്കുന്നത്. പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. എന്റെ മോളെ കാര്യം സംസാരിക്കാനാണ്. എന്റെ മോളെ 33 വയസ്സുള്ള കുട്ടിയാണ്. പുള്ളിക്ക് 3 മാസം ഗർഭിണിയാണ്. അപ്പോഴത്തേക്ക് ഗർഭപാത്രത്തിനകത്ത് ഒരു മുഴയുണ്ട്. ഫൈബ്രോയിഡ് മുഴയാണോ? അത് തന്നെയാണ്. അപ്പൊ അത് മാഡം അതിന്റെ വിവരം ഒന്ന് അറിയാനാ. വലിയ മുഴയാണോ ചെറിയ മുഴയാണോ? മുഴയുടെ വലിപ്പം എത്രയുണ്ട്? എന്താ വലിപ്പം? അത് അറിയാൻ വയ്യ. ഡോക്ടർ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് പറഞ്ഞോ മുഴ കണ്ടിട്ട്? അല്ല, ഒന്നും പറഞ്ഞില്ല. നമുക്ക് പിന്നെ അത് വലുതാവേണമെന്നുണ്ടെങ്കിൽ കുട്ടിക്കൊപ്പം അത് മാറ്റണമെന്ന് നീക്കം ചെയ്യാന്ന് പറഞ്ഞു പ്രസവ സമയത്ത്. അപ്പൊ നമുക്ക് പ്രഗ്നൻസിയിൽ നമുക്ക് യൂട്രസിൽ സ്കാനിങ് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നമ്മൾ സ്കാൻ ചെയ്യുന്നത് പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത്. അപ്പോഴായിരിക്കും ചില മുഴകളൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ നമുക്ക് പ്രഗ്നൻസി ആയി കഴിഞ്ഞിട്ട് വലിയ മുഴകളല്ല, അല്ലെങ്കിൽ ഗർഭപാത്രത്തിലോട്ട് തള്ളി നിൽക്കുന്ന മുഴകളല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നൻസിയിൽ ഒന്നും തന്നെ ചെയ്യാറില്ല. അത് പ്രഗ്നൻസിയുടെ സമയത്ത് കുറച്ച് ആ മുഴയ്ക്ക് വലിപ്പം കൂടാനും ഉള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഡെലിവറി കഴിഞ്ഞ ശേഷം ആ മുഴകളുടെ വലിപ്പം നമുക്ക് കുറഞ്ഞോളും. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഹോർമോൺസ് ഒക്കെ കുറഞ്ഞു കഴിയുമ്പോഴേക്കും ആ മുഴയുടെ വലിപ്പം ചെറുതാകാനുള്ള സാധ്യതകളുണ്ട്.
ചില മുഴകൾ നമുക്ക് ഡെലിവറിയുടെ സമയത്ത് സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. ചില മുഴകൾ മാത്രമേ സാധിക്കുകയുള്ളൂ. ചില മുഴകൾ നമ്മൾ പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ് മേഡം അത് ചെയ്യുന്നത്. അത് നമുക്ക് സിസേറിയൻ ആണെങ്കിൽ മാത്രം. നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നമുക്കത് നീക്കം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ചില ഫൈബ്രോയിഡുകൾ നമുക്ക് കുഞ്ഞ് ഡെലിവറി ബാധിക്കത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറിക്ക് നോക്കാനായിട്ട് സാധിക്കും. ചില മുഴകൾ നമുക്ക് ഡെലിവറിയെ ബാധിക്കുന്ന തരത്തിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്നു എന്ന് തോന്നുവാണെങ്കിൽ സിസേറിയനിലോട്ട് പോകേണ്ടതായിട്ട് വന്നേക്കാം. സിസേറിയനിലോട്ട് പോയാലും ഈ മുഴ ഉണ്ടായിരുന്നാലും ഈ പ്രസവത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അത് മുഴ എവിടെയാണെന്ന് അറിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഗർഭപാത്രത്തിന് മുകൾ ഭാഗത്തൊക്കെയുള്ള മുഴകളാണെന്നുണ്ടെങ്കിൽ പ്രസവം നോക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. താഴത്തോട്ടുള്ള മുഴകളാണെങ്കിൽ ചിലപ്പോൾ പ്രസവത്തിന് തടസ്സമായേക്കാം. അത് അവസാനത്തെ സ്കാനിങ്ങിൽ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. പിന്നെ വേദനയില്ല മാഡം, വേദനയില്ല. അപ്പൊ ചിലർക്ക് വേദന വരാനും സാധ്യതയുണ്ട്. ഫൈബ്രോയിഡ് ഉള്ളവർക്ക് അങ്ങനെ വന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല. അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചക്ഷനുകളും ആന്റിബയോട്ടിക് ഒക്കെ സമയത്ത് എടുത്തിരുന്നാൽ മതിയാവും. ഡോക്ടർ, നേരത്തെ ഈ ട്യൂബൽ പ്രഗ്നൻസിയുടെ ഡയഗ്നോസിസിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞല്ലോ, ലാപ്രോസ്കോപ്പിയുടെ സാധ്യത. ഈ ട്യൂബിൽ ഒരു പ്രഗ്നൻസി ഉണ്ടായി ഇപ്പോൾ ലാപ്രോസ്കോപ്പി വഴി ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ സാധിക്കുക? അത് ഈ ലാപ്രോസ്കോപ്പി വഴി തന്നെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതൊന്ന്. ട്യൂബിൽ പ്രഗ്നൻസി നമ്മൾ ലാപ്രോസ്കോപ്പിയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് നീക്കം ചെയ്യുകയാണ്. ഡോക്ടർ, ഞാൻ ഒന്നുകൂടെ ഇടപെട്ടോട്ടെ, നമുക്ക് ഈ ചോദ്യത്തിലേക്ക് തന്നെ വരാം. ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് അഞ്ജലി, ഞാൻ കാലിക്കറ്റ് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ അഞ്ജലി, ഇന്നത്തെ വിഷയം കേട്ടല്ലോ, ഡോക്ടറോട് സംസാരിക്കാം. ചോദിച്ചോളൂ ചോദ്യം. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഞാൻ ഇങ്ങനെ മെൻസസ് ആവുന്നത് ക്ലിയർ അല്ല, അതാവുന്നത് തന്നെ ഭയങ്കര കട്ടിയായിട്ടാണ് ആവുന്നത്. അതെന്തുകൊണ്ടാ അങ്ങനെ? എത്ര നാളുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്? ഇപ്പൊ 3-4 മാസമായിട്ട് ഇങ്ങനെ തന്നെയാണ് ഉള്ളത്. നോർമൽ ബ്ലീഡിങ് വരുന്നില്ല? ഇല്ല, വരുന്നില്ല. വണ്ണമുള്ള പ്രകൃതിയുള്ള ആളാണോ അതോ മെലിഞ്ഞ ആളാണോ? ഞാൻ തടിച്ചിട്ടാണ്. തടിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക കേട്ടോ. ഏജ് എത്രയാണ്? ഇപ്പൊ 27 വയസ്സായി. 27 ആയിട്ടുള്ളല്ലേ? അപ്പൊ എന്തെങ്കിലും പോളിസിസ്റ്റിക് ഓവറി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് 7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ മക്കളില്ല. ഇല്ല അല്ലെ? അപ്പൊ ഇങ്ങനെ ഡോക്ടർ ഈ ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കുന്നുണ്ട് എറണാകുളത്ത്. അപ്പൊ ബ്ലഡിന്റെ ഒക്കെ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് കിട്ടിയില്ല. അപ്പൊ ഇങ്ങനെയാണ് ഉള്ളത്. മാസം ആവുകയാണെങ്കിൽ ഒരു നേരം മാത്രം ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പൊ അത് നോർമൽ ആയിട്ടുള്ള ബ്ലീഡിങ് അല്ലെ, ഓവുലേഷൻ നടക്കാതെ വരുന്ന ബ്ലീഡിങ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലീഡിങ് തീരെ വരാതിരിക്കുന്നത്. അപ്പം വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് പ്രഗ്നൻസി ആകാത്ത ആളായതുകൊണ്ട് വെയിറ്റ് റിഡക്ഷൻ, PCOD അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറ്റ് കൺട്രോൾ ചെയ്യുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. ഇപ്പോൾ ഉള്ള വെയിറ്റിൻ്റെ ഒരു 10% കുറയ്ക്കാനായിട്ട് നോക്കുക. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമ്മൾ കോളിന് മുമ്പ് സംസാരിച്ച ട്യൂബൽ പ്രഗ്നൻസി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ലാപ്രോസ്കോപ്പിയിൽ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം നമുക്ക് നോർമലായിട്ട് 2 തരത്തിൽ ചെയ്യാം. ഈ ലാപ്രോസ്കോപ്പി വഴി നമുക്ക് ട്യൂബിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, പ്രഗ്നൻസി ഇരിക്കുന്ന ഭാഗം, നമുക്ക് ട്യൂബിൻ്റെ ഒരു ഭാഗം നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അങ്ങനെ നീക്കം ചെയ്യുമ്പോൾ അവരുടെ ട്യൂബ് ഡാമേജ്ഡ് ആവുകയാണ്. ആ ട്യൂബിൽ പിന്നീട് പ്രഗ്നൻസി ആകത്തില്ല. അപ്പം അതാണ് ഒരു സാൽപിഞ്ചെക്ടമി എന്ന് പറയുന്ന പ്രൊസീജിയർ ഉണ്ട്. പിന്നെ നമുക്ക് ആ ട്യൂബിൽ ജസ്റ്റ് ഒരു ഇൻസിഷൻ മാത്രം ഇട്ടിട്ട് ആ പ്രഗ്നൻസി മാത്രം നമുക്ക് മാറ്റാനായിട്ടും സാധിക്കും. സാൽപിഞ്ചോസ്റ്റമി എന്ന് പറയുന്നത്, അതായത് ഒരു ഹോൾ ഇട്ടിട്ട് പ്രഗ്നൻസി മാത്രം നമുക്ക് അതിൽ നിന്ന് ആസ്പിറേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ട്യൂബ് നമുക്ക് പ്രിസർവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ സർജറി കഴിഞ്ഞിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ആ പ്രഗ്നൻസിയുടെ ഭാഗം അവിടെ ഇരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വീണ്ടും അത് അലിയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ ഇടാൻ ഉള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ ചിലർക്ക് ഭയങ്കര നിർബന്ധമാണ് ട്യൂബ് നീക്കം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നവർക്ക് നമുക്ക് ഇങ്ങനെയുള്ള പ്രൊസീജിയറുകൾ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കീ ഹോൾ വഴി തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് പിന്നീടും അടുത്ത പ്രഗ്നൻസിയിലും ഇത്തരക്കാർക്ക് ട്യൂബിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. ഡോക്ടർ, ഈ ഇൻഫെർട്ടിലിറ്റിയുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് കീഹോളിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇൻഫെർട്ടിലിറ്റി ചികിത്സയിൽ കീഹോളിൻ്റെ റോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമുക്ക്
ഇനീഷ്യലി അവർ തുടങ്ങുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടും പ്രഗ്നൻസി ആകുന്നില്ല. ഇപ്പോൾ വൈഫിന് ഓവുലേഷൻ നടക്കുന്നുണ്ട്, ഹസ്ബൻഡിൻ്റെ കൗണ്ട് നോർമലാണ്, അപ്പം നമുക്ക് ഒരു കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് ഈ ഡയഗ്നോസ്റ്റിക് ഹിസ്റ്റോ ലാപ്രോസ്കോപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരക്കാരിൽ. കാരണം അവർക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് വയറിൻ്റെ അകത്ത് യൂട്രസ്, ഓവറി, ട്യൂബ്, യൂട്രസിൻ്റെ അറയ്ക്കകത്തുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. അറയ്ക്കകത്ത് എന്തെങ്കിലും സെപ്റ്റം പോലെ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതായിരിക്കും കാരണം പ്രഗ്നൻസി ആകാത്തതിൻ്റെ. അപ്പോൾ അതൊക്കെ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇവരുടെ യൂട്രസിൻ്റെ വലിപ്പം നമുക്ക് അറിയാൻ സാധിക്കും. ട്യൂബിൻ്റെ ഷേപ്പ് നോർമലാണോ, ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ, ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ അറിയാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒട്ടലുകളുണ്ടോ, ഇതൊക്കെ നമുക്ക് കീ ഹോളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊസീജിയർ കഴിഞ്ഞ ശേഷം അവർക്ക് പ്രഗ്നൻസി ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഡോക്ടർ, ഈ ഇൻഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെന്റ് മാത്രമല്ല, നേരത്തെ ഡോക്ടർ നമ്മുടെ ഒരു കോളറിനോട് PCO ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പൊ സാധാരണ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, PCODയുടെ സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അബ്സോർബ് ചെയ്തെടുക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ സാധാരണ ഇപ്പം ഒരു ലേമാനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഈ PCO ഡ്രില്ലിംഗ് എന്ന് പറയുന്നത് ഈ പ്രൊസീജിയർ തന്നെയാണോ ഈ ഡോക്ടേഴ്സ് പറയുന്ന അബ്സോർബ് ചെയ്തെടുക്കുക? PCOD ഉള്ളവരുടെ ഓവറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഓവറിയിൽ സിസ്റ്റം അല്ല ഉള്ളത്, അവരുടെ ഓവറിയിൽ വലിപ്പം കൂടുതലാണ്. അതായത് നോർമലി മച്ചുവർ ആകാത്ത അണ്ടങ്ങളുടെ അളവ് കൂടുതലായതുകൊണ്ട് ഓവറി കുറച്ച് ബൾക്കി ആയിട്ടിരുന്നു ഓവറിയുടെ വലിപ്പം, രണ്ട് ഓവറിയുടെയും വലിപ്പം കൂടുതലായിരിക്കും. അപ്പോൾ അത്തരക്കാരിൽ നമ്മൾ ഹോർമോൺ ടെസ്റ്റൊക്കെ നമ്മൾ നോക്കണം, ഇവരുടെ ഹോർമോൺസ് ഒക്കെ നോർമൽ ആണോ എന്നൊക്കെ ഉള്ളത് അറിയണം. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ PCO പങ്ക്ചർ അല്ലെങ്കിൽ PCO ഡ്രില്ലിംഗ് ചെയ്യത്തില്ല. അതായത് ഒരു എനർജി സോഴ്സ് വെച്ചിട്ട് നമ്മൾ ചെറിയ കരിക്കലുകളാണ് ഈ ഓവറിയിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒത്തിരി പീരീഡ്സ് ആകാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഒത്തിരി മരുന്നുകൾ കൊടുത്തിട്ട് ഓവുലേറ്റ് ചെയ്യാത്തവർക്കും, പ്രത്യേകിച്ച് മെലിഞ്ഞ പ്രകൃതമുള്ള PCODക്കാർക്ക്, തടിയുള്ളവരിൽ അത്ര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ അല്ല PCO പങ്ക്ചർ. അവരുടെ ഫെർട്ടിലിറ്റി ചിലപ്പോൾ ഉള്ള എഗ്ഗിൻ്റെ അളവ് കരിക്കുന്ന സമയത്ത് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ എഗ്ഗിൻ്റെ റിസർവിൻ്റെ അളവ് എത്രയാണ്, ഹോർമോൺ എങ്ങനെയാണ്, അവരുടെ ബോഡി പാറ്റേൺ എങ്ങനെയാണ്, അവർ പ്രീവിയസ്ലി അവർ മരുന്നെടുത്തപ്പോൾ അവരുടെ ഓവറി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ തീരെ റെസ്പോണ്ട് ചെയ്യാത്ത മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനോടൊന്നും ഓവുലേറ്റ് ചെയ്യാത്തവർക്ക് നമുക്ക് വേണമെങ്കിൽ ഈ PCO പങ്ക്ചറിങ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും അഡ്വൈസബിൾ അല്ല PCO പങ്ക്ചർ. ഡോക്ടർ, നമ്മളിപ്പോൾ ഈ സൂചിപ്പിച്ചതല്ലാതെ മറ്റെന്തൊക്കെ സ്ത്രീ രോഗങ്ങൾക്ക് നമ്മൾ കീ ഹോള് ഉപയോഗിക്കാൻ, ഇപ്പം നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് കുറേ രോഗങ്ങളെ കുറിച്ച് പറഞ്ഞു, ഇതല്ലാതെ മറ്റേതെങ്കിലും സ്ത്രീകളുടെ ആരോഗ്യാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡയഗ്നോസിസിനോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിനോ കീ ഹോൾ ഉപയോഗിക്കുന്നു? നമുക്ക് റിക്കറന്റ് ആയിട്ട് പ്രഗ്നൻസി ലോസ് വരുന്നവർക്ക് അബ്ഡോമിനൽ സർക്ലാജ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. നോർമലി നമുക്ക് സ്റ്റിച്ച് ഇടുക എന്ന് പറയത്തില്ലേ, അബോഷൻ ആകുന്നവർക്ക് സ്റ്റിച്ചിട്ട് കിടക്കുവാണ്, റെസ്റ്റാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നോർമലി അത് ഒരു വജൈനൽ പ്രൊസീജിയറാണ് സർക്ലാജ്, സർവിക്കൽ എൻസർക്ലാജ് എന്ന് പറയുന്നത്. അപ്പോൾ റിക്കറൻ്റ് ആയിട്ട് ഈ താഴെ കൂടെ സ്റ്റിച്ച് ഇട്ടതിന് ശേഷവും അബോഷനായി പോകുന്നവർക്ക് അബ്ഡോമിനൽ സർക്ലാജ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിപ്പോൾ നമ്മൾ ലാപ്രോസ്കോപ്പി വഴിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ നമുക്ക് ഈ യൂട്രസ് താഴോട്ട് വരുന്നവർക്ക്, പ്രൊലാപ്സ് ഉള്ളവർക്കൊക്കെ നമ്മുടെ അതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള സർജറികൾ നമുക്ക് കീ ഹോൾ വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ ബാക്കി രോഗങ്ങൾക്ക് വേണ്ടി ഉള്ള സർജറി ചെയ്യുന്ന സമയത്തും യൂട്രസിലോ ഓവറിയിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കീ ഹോൾ വഴി വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഡോക്ടർ, നമ്മൾ ഈ കീ ഹോൾ സർജറിയുടെ സാധ്യതകളെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഈ കീ ഹോൾ സർജറി തന്നെ നിർബന്ധമായിട്ട് ചെയ്യണം, അതായത് നമുക്കൊരു ഓപ്പൺ സർജറിയുടെ സ്കോപ്പ് ഒരു ഭാഗത്തുണ്ട്, കീ ഹോൾ എന്ന് പറയുന്ന കുറച്ചുകൂടി ഒരു അഡ്വാൻസ് ടെക്നോളജി ഉണ്ട്. നിർബന്ധമായിട്ട് കീ ഹോൾ സർജറിയിലേക്ക് തന്നെ പോകണമെന്ന് പേഷ്യൻസിനോട് അങ്ങനെ കർശനമായിട്ട് നിർദ്ദേശിക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെയില്ല, നമുക്ക് എല്ലാത്തിലും ഓപ്പൺ സർജറിയും ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ചെറിയ പ്രൊസീജിയറുകൾക്ക് വേണ്ടി ഓപ്പൺ സർജറി ചെയ്യുമ്പോൾ അവർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, പെയിന് എല്ലാം നമുക്ക് കീ ഹോളിലൂടെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് കീ ഹോൾ സർജറിക്കായാലും അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഓപ്പൺ സർജറി ഉണ്ട്. കീ ഹോളിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന പ്രൊസീജിയറുകൾ വളരെ കുറവാണ്. പക്ഷേ ഡോക്ടർ, ഇപ്പോൾ സാധാരണ ആളുകൾ പലരും കീ ഹോൾ ആവുമ്പോൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു പ്രൊസീജിയർ ഈസിയാണ്, ഓപ്പറേഷന് ശേഷം കുറച്ചുകൂടി സുഖകരമായിട്ടുള്ളൊരു ലൈഫിലേക്ക് പോകാൻ പറ്റും, ഇതൊക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെ അഡ്വാൻറ്റേജസ് ആണല്ലേ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഒന്ന് പറയണം ഡോക്ടർ. പക്ഷേ ഒരു കോളർ നമുക്ക് വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ, ഗുഡ് ഈവനിങ് മാഡം. കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? ഇത് കല്ലറയാണ് മാഡം. ഓക്കെ, ഇന്നത്തെ വിഷയം ശ്രദ്ധിച്ചല്ലോ, ഡോക്ടർ ജീനു ബാബു കൊണ്ട് സംസാരിക്കാം. ഓക്കെ മാഡം, മകൾക്ക് വേണ്ടിയിട്ടാണ്. മകൾക്ക് 21 വയസ്സായി. 21 വയസ്സ്. ആ, ഓക്കെ, പറഞ്ഞോളൂ. അപ്പോൾ നേരത്തെ നല്ല അബ്ഡോമനിൽ പെയിൻ എല്ലാം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. സിസ്റ്റം ഉണ്ട്. ആ, ഓക്കെ.
5 സെന്റിമീറ്ററോളം വലിപ്പമുണ്ട്. ഓക്കെ. അപ്പോൾ അത് കണ്ടിന്യൂ ഇങ്ങനെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സ്കാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലേറ്റസ്റ്റും അതിന്റെ വലിപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ. ഇപ്പൊ പെയിൻ ഉണ്ടോ? പെയിൻ ഇല്ല ഇപ്പോൾ. പെയിൻ ഇല്ല. ഓക്കെ. അപ്പൊ നേരത്തെ നല്ല പെയിൻ ആയിരുന്നു, പക്ഷെ ഇപ്പം പെയിൻ ഇല്ല, കുഴപ്പമില്ല. ബാക്കി മെൻസസ് കറക്റ്റ് ടൈമിൽ വരുന്നുണ്ട്. ഓക്കെ. പക്ഷെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് 3 മാസത്തേക്ക് അത് മെൻസസ് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് നമുക്ക് നോക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നാണ് ചോദിക്കുന്നത്. ഇല്ല, കുഴപ്പമില്ല. ചില മുഴകൾ ഈ എൻഡോമെട്രിയോസിസിലൊക്കെ വരുന്ന മുഴകൾക്ക് നമുക്ക് പീരീഡ്സ് ഒക്കെ സപ്രസ് ചെയ്ത് വെക്കുവാണെങ്കിൽ ചിലതിൻ്റെയൊക്കെ വലിപ്പം കുറച്ച് കുറയാനും ഒക്കെയുള്ള ഇതുണ്ട്. അപ്പം അങ്ങനെ പീരീഡ്സ് സപ്രസ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ സ്കാനിങ് നോക്കുക. പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, പെയിൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴ നീക്കം ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഓവറിയിലേക്കുള്ള രക്തയോട്ടമൊക്കെ കുറയാനുള്ള സാധ്യതകൾ ഉണ്ടായേക്കാം. അപ്പൊ ലേറ്റസ്റ്റ് സ്കാനിങ്ങില് അത് ചോക്ലേറ്റ് ഒരു ഡൗട്ടാണ് പറഞ്ഞത്. ചോക്ലേറ്റ് സിസ്റ്റ് ആകുമ്പോഴാണ് പെയിൻ വരുന്നത്. അപ്പൊ ചെറിയ സിസ്റ്റുകൾ ചോക്ലേറ്റ് സിസ്റ്റിൽ നീക്കം ചെയ്യണമെന്ന് നിർബന്ധമല്ല. പീരീഡ്സ് വരുത്താതിരിക്കാനുള്ള ഗുളിക എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പെയിൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്രസ് തിരിയാനും ടോർഷൻ ട്വിസ്റ്റ് ഒക്കെ വരാനുള്ള സാധ്യതകൾ വന്നു കഴിഞ്ഞാൽ ആ ഓവറി ചിലപ്പം പ്രവർത്തനരഹിതമാവും. അപ്പം അങ്ങനെ പെയിൻ സ്ഥിരമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം സർജറിയിലോട്ട് പോയാൽ മതിയാവും. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. നമ്മൾ ചോദിച്ചത് ഡിസഡ്വാൻറ്റേജസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ബോത്ത് സർജറിയുടെയും അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിയുടെ, അതൊന്ന് പറയാമോ? പൊതുവേ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ, എൻ്റെ അടുത്താണെങ്കിലും ഒ പിയിലൊക്കെ പേഷ്യൻസ് ചോദിക്കാറുണ്ട്, അനസ്തീഷ്യ തന്നിട്ടാണോ കീഹോൾ ചെയ്യുന്നത്? കാരണം അത്രയും സിമ്പിളാണ് കീഹോൾ സർജറി എന്ന് പലരും വിചാരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. കീഹോൾ സർജറി അത്ര എളുപ്പമുള്ള കാര്യമല്ല, എല്ലാവർക്കും അത് ചെയ്യാനും സാധിക്കുകയില്ല. പക്ഷേ കീഹോൾ സർജറിയിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡോക്ടർക്ക് അത് വളരെ എളുപ്പത്തിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ മുറിവുകളെ വരുന്നുള്ളൂ. നമുക്കറിയാം 2-3 ചെറിയ മുറിവുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള വരുന്ന ചെറിയ മുറിവുകൾ ഉണങ്ങാൻ ഓപ്പറേഷന് ശേഷം എത്ര സെന്റിമീറ്റർ വരെ കാണുമായിരിക്കും? ഏറ്റവും വലിയ മുറിവിന് പോലും 1 സെന്റിമീറ്റർ അല്ലെ 1.5 സെന്റിമീറ്റർ വരുന്നുള്ളൂ. ബാക്കി ചെറിയ ചെറിയ മുറിവുകളൊക്കെ 0.5 സെന്റിമീറ്റർ വരുന്നുള്ളൂ. 1, 2, 3 0.5 സെന്റിമീറ്ററിന്റെ മുറിവും ഒരു 1.5 സെന്റിമീറ്ററിന്റെ മുറിവുമേ വരുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ള മുറിവുകളാകുമ്പോൾ ചില ഈ 0.5 സ്റ്റിച്ച് പോലും ആവശ്യം വരുന്നില്ല. തന്നെത്താനെ നമ്മുടെ വിരലൊക്കെ മുറിയുമ്പോൾ ഉണങ്ങുന്ന പോലെ തന്നെത്താനെ ഹീൽ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഈ അല്ലാത്തതിൽ പോലും 1-2 സ്റ്റിച്ചുകളായി വരുന്നുള്ളൂ. അപ്പോൾ അത് വളരെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം പേഷ്യൻസിന് പെയിൻ വളരെ കുറവാണ്. പെയിൻ കുറവായതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ റുട്ടീൻ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്തരക്കാർക്ക് നമ്മളങ്ങനെ ലാപ്രോസ്കോപ്പി കഴിഞ്ഞാൽ റെസ്റ്റ് നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. അവരുടെ പെയിൻ കുറയുന്ന അനുസരിച്ച് തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തുടങ്ങാനായിട്ട് സാധിക്കും. പിന്നെ അവർക്ക് ഹോസ്പിറ്റൽ സ്റ്റേ വളരെ കുറവാണ്. ഹോസ്പിറ്റൽസ് എന്ന് വെച്ചാൽ ചില സർജറികൾ നമുക്ക് ഡേ കെയർ ആയിട്ട് രാവിലെ തുടങ്ങി വൈകുന്നേരം വീട്ടിൽ പോവാം. ഇപ്പോൾ വലിയ സർജറികളാണെങ്കിൽ പോലും 2 ദിവസമൊക്കെ അവർക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ട ആവശ്യം തന്നെ വരുന്നുള്ളൂ. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. പിന്നെ കോസ്മെറ്റിക്കലി വളരെ ബെറ്ററാണ്. ചെറിയ സ്കാർ ആയതുകൊണ്ട് ചെറിയ പെൺകുട്ടികൾക്കൊക്കെ വയറിൽ ചെറിയ പാടുകൾ മാത്രമായിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ലാപ്രോസ്കോപ്പി വളരെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു കാര്യമാണ്. ഡോക്ടർ, അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, ഇല്ല എന്നല്ല. അത് നല്ല എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത സർജൻ ആണെന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. അതായത് നമ്മൾ ഈ സ്കോപ്പൊക്കെ അകത്തോട്ട് ഇടുന്ന സമയത്ത് നമ്മൾ ബ്ലൈൻഡായിട്ടാണ് ഇടുന്നത്. അപ്പം ബവൽ എന്തെങ്കിലും നമ്മുടെ കുടലിന് കൊട്ടലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുടലിന് ഡാമേജ് വരാം, രക്തക്കുഴലിൽ ഡാമേജ് വരാം, നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ ഡാമേജ് വരാം. സർജറിയുടെ സമയത്ത് കരിക്കലുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഓപ്പൺ സർജറി പോലെയുള്ള കെട്ടുകളല്ല, കരിക്കലുകളാണ് കൂടുതലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ മൂത്രനാളി അങ്ങനെയുള്ള അവയവങ്ങൾക്കും ബവലിനും കുടലിലേക്കൊക്കെ ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതകളുണ്ട്. ഇത് കോമൺ അല്ല, റെയർ ആണ്, പക്ഷേ ഇല്ല എന്ന് പറയാൻ സാധിക്കും. നമ്മളൊരു നല്ല എക്സ്പേർട്ടിന്റെ ആയിട്ടുള്ള സർജൻസിന്റെ അടുത്ത് പോകാന്നുള്ളത് ഇമ്പോർട്ടൻറ്റ്. ഡോക്ടർ, ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, കെയറിംഗ് ഹാൻഡ്സിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് തന്നെയാ. ഞാൻ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഓക്കെ, എനിക്ക് 34 വയസ്സുണ്ട്, മാരീഡ് ആണ്. ഓക്കെ മാഡം, എനിക്ക് PCOD-യുടെ കംപ്ലൈന്റ് ഉണ്ട്, കുറച്ച് വർഷങ്ങളായിട്ട് അതുണ്ട്. ഓക്കെ. പിന്നീട് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഫൈബ്രോയിഡും ഉണ്ടെന്ന് പറഞ്ഞു. അതൊരു ഫൈബ്രോയിഡ്, അത് യൂട്രസിന് പുറത്താണ്, ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതാണ് എന്നാണ് പറഞ്ഞത്. ഒരു തവണ ഞാൻ PCOD-യുടെ ട്രീറ്റ്മെന്റ് എടുത്ത് ഒരു ജസ്റ്റ് 1 month ടാബ്ലറ്റ്സ് കഴിച്ചുള്ളൂ, മയോസിറ്റോളും ഇത് ടാബ്ലറ്റ് കഴിച്ചു. ഞാൻ നെക്സ്റ്റ് മന്ത് കൺസീവ് ആയി. നോർമലി പ്രഗ്നൻസി ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഒരു 5 months വരെ ആയി കഴിഞ്ഞപ്പം
ഓട്ടോമാറ്റിക് ആയിട്ട് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് മുഴുവൻ ലീക്ക് ആയിപ്പോയി. അത് എന്താണ് അങ്ങനെ സംഭവിച്ചതെന്ന് അറിയില്ല. ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഫ്ലൂയിഡ് എല്ലാം ലീക്കായി, ഒരു തുള്ളി പോലും ഇല്ലായിരുന്നു. അതേ ഒരു അവസ്ഥയിലായി. കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ലിക്വർ ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞിനെ വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും അത് നോർമൽ ഡെലിവറി പോലെ ചെയ്ത് കളയുകയായിരുന്നു ചെയ്തത്. ഇപ്പം ഞാൻ വീണ്ടും ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യാൻ എത്ര നാളായിട്ട് പിന്നെ അത് നടന്നിട്ടില്ല. ഇപ്പം വീണ്ടും ഞങ്ങൾ ഇടയ്ക്ക് വീണ്ടും ഡോക്ടറെ പോയി കണ്ടിരുന്നു. അന്നേരം PCOD ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സെർവിക്കൽ ഏരിയയിൽ ചെറിയ സിസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. ഒരു ഫൈബ്രോയിഡ്, അത് മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് എന്നാണ് പറയുന്നത്. കുറച്ച് നാള് ടാബ്ലറ്റ്സ് കാര്യങ്ങളെല്ലാം കഴിച്ചു. പിന്നെ നമ്മള് മറ്റേ ഓവുലേഷൻ സ്റ്റഡി എല്ലാം ചെയ്തായിരുന്നു. അപ്പം പീരീഡ്സ് എല്ലാം ഓൾമോസ്റ്റ് റെഗുലർ ആണ്. ചില സമയത്ത് ഒരു 10 ഡേയ്സിന്റെ ഡിഫറൻസ് വരുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നോർമലായിട്ട് വരുന്നുണ്ട്. ചില സമയത്ത് ഭയങ്കരമായിട്ട് പെയിൻ ആണ് ചില മാസങ്ങളിൽ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഫ്ലോ എല്ലാം നോർമലാണ്. എന്നാൽ ഒരുപാടില്ല, എന്നാൽ ഒട്ടും കുറവുമല്ല എന്നുള്ള രീതിയിൽ ഒരു 3 to 4 ഡേയ്സിൽ അങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് വീണ്ടും ഒരു കുഞ്ഞിനെ വേണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, അത് നടക്കുന്നില്ല. അപ്പം ഞാനിങ്ങനെ കുറെ ഫ്രണ്ട്സ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ലാപ്രോസ്കോപ്പിക് ഡ്രില്ലിങ് ചെയ്ത് കഴിഞ്ഞാൽ PCODയും ഇതൊക്കെ ഉള്ള ആൾക്കാർക്ക് പിന്നെ ഒരു പോസിബിലിറ്റി കൂടുതലാണെന്ന് നമ്മൾ കൺസീവ് ചെയ്യാൻ. അപ്പൊ അതിനെക്കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? എനിക്കിപ്പം 34 വയസ്സായി, നമ്മൾക്ക് ഏജ് തോറും പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസും കൂടത്തില്ലേ? അപ്പൊ അതുകൊണ്ട് ഇത്രയും പെട്ടെന്നൊരു കുഞ്ഞിനെ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ഡോക്ടറുടെ അഭിപ്രായം എന്താ? ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? കല്യാണം എന്റെ സെക്കൻഡ് മാരേജ് ആണ്. ഇത് സെക്കൻഡ് മാരേജ് കഴിഞ്ഞിട്ട് എനിക്കിപ്പോ 2 വർഷമായി. 2 വർഷമായി അല്ലേ? അപ്പം നമുക്ക് ഈ ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഒരു ലോസ് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ PCOD ഒക്കെ ഉള്ളവർക്ക് സർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറയും. അതായത് സർവിക്സിനൊക്കെ ചെറിയ വീക്ക്നെസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സർവിക്കൽ ഓസ് ഇതെല്ലാം നല്ല ടൈറ്റ് ആയിരുന്നു. അതിൽ ഒന്നും ഒരു പ്രശ്നങ്ങളും കണ്ടിരുന്നില്ല. സീറിയാക്കി പ്രോട്ടീൻ കുറച്ച് ഇൻഫെക്റ്റഡ് ആയിരുന്നു. അത് പിന്നെ ഡെലിവറിക്ക് ശേഷം ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ട്. അല്ലാതെ സെർവിക്കൽ ഓസും കാര്യങ്ങളും എല്ലാം ടൈറ്റ്, ഹെൽത്തി ആണ്. യൂട്രസ് കാര്യങ്ങളെല്ലാം ഹെൽത്തി ആണെന്ന് അറിയാം. അപ്പം ഡോക്ടേഴ്സിന് ഒരു ഡൗട്ട് ആയിരുന്നു ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ആർക്കും അവർക്കും ഒരു ഡൗട്ട് ആയിരുന്നു, എന്ത് പറ്റി ഓസ് എല്ലാം നല്ല ടൈറ്റ് ആയി, ക്ലോസ് ആണല്ലോ, പിന്നെ എന്ത് പറ്റി ഇങ്ങനെ. ചിലർക്ക് സർവൈക്കൽ ലെങ്ത് നോർമൽ ആണെങ്കിലും ചിലർക്ക് ഇങ്ങനെ PCOD ഉള്ളവർക്ക് ഒരു വീക്ക്നെസ് ചിലപ്പോൾ വന്നേക്കാം. അത് നമുക്ക് പെട്ടെന്ന് വരുമ്പോഴേ അത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് അടുത്ത കൺസീവ് ആകുമ്പോൾ സ്റ്റിച്ച് ഇടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പിന്നെ പ്രഗ്നൻസി ആകാനായിട്ടുള്ള ബുദ്ധിമുട്ട് വണ്ണമുള്ള ആളാണോ മെലിഞ്ഞ ആളാണോ? വണ്ണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏജ് കൂടുന്നതനുസരിച്ച് ഈ PCO ഡ്രില്ലിംഗ് ചെയ്തു എന്ന് വിചാരിച്ച് പ്രഗ്നൻസി ആകാനുള്ള സാധ്യതകൾ കുറച്ച് കുറവായിരിക്കും. PCO ഡ്രില്ലിംഗ് ചെയ്യുന്നത് കുറച്ചും കൂടി ഓവുലേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. നമ്മൾ നോർമലായിട്ട് ടാബ്ലറ്റ് ഒക്കെ എടുക്കുമ്പോൾ ഓവുലേഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ PCO ഡ്രില്ലിംഗ് ചെയ്തത് കൊണ്ട് നമുക്ക് അത്ര അഡ്വാൻറ്റേജ് കിട്ടത്തില്ല. അപ്പം കുറേ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ട് ഇനി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ IVF ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ മറ്റേ ഓവുലേഷൻ സ്റ്റഡി ചെയ്തതിൽ നോർമലായിട്ട് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലേ? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ നമുക്ക് ചിലപ്പോൾ ഈ PCOD ഉള്ളവർക്ക് 18-20 ഡേയ്സ് വരുന്നുണ്ട്. കുറച്ച് ഡേയ്സ് ഡിഫറൻസ് വരുന്നുണ്ടെന്ന് ചോദിച്ചാല്, പക്ഷെ എല്ലാ മാസവും ഓവുലേഷൻ എല്ലാം നടക്കുന്നുണ്ട്. എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സൈസും വരുന്നുണ്ട്. ഓക്കെ. അപ്പം എന്തെങ്കിലും എഗിന്റെ ക്വാളിറ്റിയിലുള്ള ഒരു ഇത് കാരണമായിരിക്കാം ചിലപ്പോൾ പ്രഗ്നൻസി ആകാത്തത്. ഹസ്ബൻഡിന്റെ കൗണ്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക, കൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത്. അപ്പം അതിലും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ അധികം നമ്മൾ താമസിപ്പിക്കാതെ, കാരണം ഒരു 35 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ ആയിട്ടും അല്ലെങ്കിൽ ഉള്ള എഗിൻ്റെ ക്വാളിറ്റിയൊക്കെ വീണ്ടും മോശമാകാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് ഫാസ്റ്റായിട്ട് ചെയ്യുക. ഓവുലേഷൻ ട്രീറ്റ്മെൻറ്റിൽ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ IVF ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. PCO ഡ്രില്ലിംഗ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ അങ്ങനെ ഒരു വലിയ ഒത്തിരി റിസൾട്ടൊന്നും കിട്ടത്തില്ല നോർമലായിട്ട് ഓവുലേഷൻ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യണമെന്നത് ഒരു മസ്റ്റാണോ മാഡം? അത് ചെറിയ ഫൈബ്രോയിഡുകളാണെങ്കിൽ നീക്കം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഗർഭപാത്രത്തിൻ്റെ അകത്തോട്ട് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡോ പ്രഗ്നൻസിനെ ബാധിക്കുന്ന തരത്തിലുള്ളതോ ആണെങ്കിൽ നീക്കം ചെയ്യുന്നതായിരിക്കും നല്ലത്. ചെറിയ ഫൈബ്രോയിഡുകൾ നീക്കം ചെയ്യേണ്ട. താങ്ക്സ് ഫോർ കോളിംഗ് ഡോക്ടർ. നമ്മുടെ സമയം പൂർണ്ണമായിരിക്കുകയാണ്. അപ്പോൾ വിളിച്ച കോളേഴ്സിന് എല്ലാവർക്കും നന്ദി, കണ്ട പ്രേക്ഷകർക്കും. ഒപ്പം ഡോക്ടറിനും കെയറിംഗ് ഹാൻഡ്സിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു.